അടുത്തത് തുലാം രാശിയാണ്. ലിബ്ര, ചിത്ര, അര, ചോതി, വിശാഖത്തിൽ മുക്കാല് ഈ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത്. ലഗ്നത്തിൽ ശുക്രൻ, 2-ൽ രവി, കുജൻ, ബുധൻ, 5-ൽ രാഹു, 6-ൽ ശനി, 10-ൽ വ്യാഴം, 11-ൽ ശുക്രൻ. ഇതാണ് അവരുടെ ഗ്രഹസ്ഥിതി. കൂട്ടുകെട്ടുകൾ മൂലമുണ്ടാകുന്ന സംരംഭങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. അതുമൂലമുള്ള സംരംഭങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉയർച്ച ഉണ്ടാകുന്നതാണ്. ശുക്രന് ലഗ്നത്തിൽ സ്ഥിതി, അതുപോലെ സ്ഥിതിയുള്ളതുകൊണ്ട് പരസ്പര ബന്ധങ്ങളിൽ കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും ഉള്ള ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് വരുമാനം വർദ്ധിച്ചേക്കാം, അത് വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ചിലവുകൾ അതുപോലെ തന്നെ ഉയരും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ് ബിസിനസ്സിലും കരിയറിലും മറ്റുമൊക്കെ. ആരോഗ്യപരമായിട്ട് മുഖസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ അനീമിയ, വിളർച്ച മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇഷ്ടമായിട്ടുള്ളതും പഥ്യമായിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണക്രമം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടെയാണ്, അല്ലാതെ മരുന്നിൽ കൂടെയല്ല ഇതിനൊക്കെ റെമഡി കണ്ടെത്തേണ്ടത്. കുടുംബപരമായിട്ട് പങ്കാളി അഥവാ ഭാര്യ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കൂടുതൽ ശക്തി ഉണ്ടാകും, സൗഹൃദം കൂടുതൽ ഊഷ്മളമാകും, പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിലൂടെ ഒരു ശാന്തിയും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 17-ാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ്. വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ്. ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വരഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ആ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജന്മശനി, അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലത്ത് ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. തത് ത്വം അസി, ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ 18-ാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി. എന്താണ് ഈ തത്വമസി? തത് ത്വം അസി, അത് ഞാൻ തന്നെയാകുന്നു, അത് നീ തന്നെയാകുന്നു. ആ തത്വം എന്താണ്? ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന, മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന ഉപനിഷത്ത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്.